അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് അമ്മച്ചിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. അമ്മച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പക്ഷേ എപ്പോഴും ചോദിക്കണോട്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെ പൊട്ടത്തരമൊക്കെ പറയണം. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ക്ലൂ ഒക്കെ നല്ല ഉത്തരനായിട്ട് തരണം, ആൻസർ പറയാൻ പറ്റണം. ഇത് ആൻസർ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഇതാണ്. അമ്മച്ചി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് 200 തരും. അമ്മ 200 തരും. ശരി, ചോദിച്ചാൽ നോക്കട്ടെ. ഒരു വീട്ടിലെ അമ്മച്ചി, ഒരു വീട്ടില് രണ്ട് മക്കളുണ്ട്. ശരി. 2 അമ്മമാരുണ്ട്. 2 മക്കളും ഉണ്ട്, 2 അമ്മമാരും ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ എത്ര പേരുണ്ട്? ഒരു വീട്ടില് 2 അമ്മമാരുണ്ട്, 2 മക്കളും ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ എത്ര പേരുണ്ട്? കുസൃതി ചോദ്യമല്ല, അതൊരു ചിന്തിച്ച് പറയേണ്ട ചോദ്യം. കുസൃതി അല്ല. അല്ല. എപ്പോഴത്തെ പോലെ അല്ല. 2 അമ്മമാരുണ്ട്, കൗണ്ട് ചെയ്ത് പറയുന്നതാണ്. അങ്ങനെയാണോ? അല്ല, എണ്ണ എത്ര പേരുണ്ട് ഇപ്പൊ ആ വീട്ടിൽ? ഇപ്പൊ എത്ര പേരുണ്ട്? 2 അമ്മമാരുണ്ട്, അവർക്ക് 2 മക്കളും ഉണ്ട്. 2 അമ്മമാരുണ്ട്, 2 മക്കളും ഉണ്ട്. 2 അമ്മമാരുണ്ട്, 2 മക്കളും ഉണ്ട്. സ്വാഭാവികമായിട്ട് നമ്മള് അവർക്ക് 2 മക്കളെന്നല്ല, 2 അമ്മമാരും ഉണ്ട്, 2 മക്കളും ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. 2 മക്കളും ഉണ്ട് ആ വീട്ടില് 2 അമ്മമാരും ഉണ്ട്, 2 മക്കളും ഉണ്ട്. അമ്മച്ചി എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. ക്ലൂ വേണോ? സ്വാഭാവികമായിട്ട് ക്ലൂ വേണം. ക്ലൂ വേണം. എപ്പോഴും ഞാൻ പറയാത്തതിലും നല്ല കാര്യമായിട്ടൊരു ക്ലൂ ആണ്. ഈ തന്നെ എക്സാമ്പിള്, നമ്മുടെ വീട് തന്നെ എക്സാമ്പിള്. നമ്മുടെ വീട് തന്നെ എക്സാമ്പിള്. അപ്പൊ 2 പേരാ. മറ്റു തോറ്റാ? 4 പേര് കിടക്കട്ടെ. തുറക്കണ്ട. ഉത്തരം തെറ്റാ, ഞാൻ പറയാം. അയ്യേ. ഇതുണ്ട, ഇപ്പൊ അമ്മച്ചിയുടെ അമ്മ, അപ്പൊ 2 അമ്മയുടെ അമ്മച്ചി അമ്മ, അപ്പൊ അമ്മ, അപ്പൊ 2 പേരായി, 3 ആയില്ലേ? അപ്പൊ 2 ഇതായില്ലേ, 2 അമ്മമാരായില്ലേ? അപ്പൊ അമ്മയ്ക്ക് മോളാണ് അമ്മച്ചി, അമ്മമ്മക്ക് മോളാണ് അമ്മച്ചി, അമ്മച്ചിയുടെ മോളാണ് ആമി. അപ്പൊ 2 മക്കളായില്ലേ? അപ്പൊ 3 പേര്.